നിങ്ങൾക്ക് ഞാനൊരു ശബ്ദം കേൾപ്പിക്കാം. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ സുപ്രധാനമായ ഒരു വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് എത്ര സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. കഴിയുന്നതും ചുരുക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മറുനാടിന്റെ പ്രേക്ഷകനാണെങ്കിൽ, ഇസ്രയേൽ ഫലസ്തീൻ വിഷയത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അല്പം സമയം കൊടുത്ത് വീഡിയോ കേൾക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം. കാരണം ഇപ്പോൾ ഇസ്രയേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒട്ടുമിക്ക വാർത്തകളും ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നാണ്. ഒന്നുകിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്നു, അല്ലെങ്കിൽ ഇസ്രായേലിനെ എതിർക്കുന്നു, ഫലസ്തീനെ അനുകൂലിക്കുന്നു. വാസ്തവത്തിൽ ഇതിന് രണ്ടിനുമിടയിൽ സത്യങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. ഇസ്രായേലിന്റെ നിലനിൽപ്പ് അനിവാര്യമാണ്. അതിനുവേണ്ടി പോരാടാനുള്ള അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടണം. അതേസമയം ഫലസ്തീൻ ജനതയ്ക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. സോ ആ ഒരു ഓഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് ഒരു വ്യക്തി, ഓക്കെ, ശബ്ദം കേട്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതോടൊപ്പം ആ ഓഡിയോയിൽ അല്ലെങ്കിൽ വീഡിയോ ആണ്, അതിൻ്റെ ഓഡിയോ ആണ് നിങ്ങൾക്ക് കേൾപ്പിച്ചത്. മറുനാടൻ എന്നുള്ളൊരു പേര് പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യുന്നു. പേര് ഷാജൻ സ്കേറിയ എന്നാണ്. ഓക്കെ, സോ ഇദ്ദേഹം ഒരു മറുനാടൻ മലയാളി എന്നുള്ളൊരു ചാനൽ ആണ് റൺ ചെയ്യുന്നുള്ളത്. അതിൻ്റെ എഡിറ്ററാണ് ഇദ്ദേഹം. ഏകദേശം 2.89 മില്യൺ സബ്സ്ക്രൈബേഴ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോസിനൊക്കെ നല്ല വ്യൂസും കിട്ടാറുണ്ട്. സോ അദ്ദേഹം ആരാണ് എന്നുള്ളതും അദ്ദേഹം എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടാൽ കേട്ടാൽ നിങ്ങൾക്കറിയും. അതോടൊപ്പം അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ലോയൽ വ്യൂവേഴ്സുണ്ട്. അവർ കമൻ്റൊക്കെ എഴുതാറുണ്ട്. സോ അതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കും എങ്ങോട്ടാണ് അയാളുടെ ചായ്വ് എന്നുള്ളത്. സോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണമെന്നുള്ളത്, ഞാൻ മറുനാടൻ മലയാളിയുടെ ഒരു ഫോളോവറല്ല. അദ്ദേഹത്തിനെതിരെ പല രീതിയിലുള്ള വിവാദങ്ങളും, ഈയിടെ 2-3 പോലീസ് കേസുകളും, ഒരു അറസ്റ്റൊക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു. രാത്രി ഷർട്ടൊന്നും ഇടാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്, അതുപോലെ ഈയിടെ കാറിൽ കയറുമ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ചത്, അങ്ങനെ പല രീതിയിലുള്ള കാര്യത്തിൽ ഹെഡ്ലൈൻസിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഷാജൻ സ്കറിയ സർ. ഓക്കെ, സോ ഇദ്ദേഹം ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഫലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂയിൽ, ഓക്കെ, ഇന്ന് നിലനിൽക്കുന്ന വീഡിയോകൾ പലതും, അല്ലെങ്കിൽ എക്സ്പ്ലെയിനേഴ്സ് പലതും, അല്ലെങ്കിൽ ഒപ്പീനിയൻസ് പലതും ഒന്നുകിൽ ഇസ്രായേലിൻ്റെ സൈഡിലാണ്, അല്ലെങ്കിൽ ഫലസ്തീൻ്റെ സൈഡിലാണ്. ഓക്കെ, സോ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സത്യസന്ധമായ ഒരു അനാലിസിസ്, അല്ലെങ്കിൽ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം മറുനാടൻ മലയാളി എന്ന ചാനലിൽ കൂടി അദ്ദേഹത്തിൻ്റെ വ്യൂവേഴ്സിനോട് എന്നാണ് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ചെയ്യുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അതായത് നിങ്ങൾ ബയസ്ഡാണ്, ഓക്കെ, നിങ്ങളുടെ ഒപ്പീനിയൻ ബയസ്ഡാണ്, നിങ്ങൾ സേർട്ടൻ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നില്ല, വെറുക്കുന്നു, അതിന് വേണ്ടി ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു, അതൊക്കെ വളരെ വളരെ വ്യക്തമാണ്. എന്നിട്ട് പോലും ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ സ്വതന്ത്രനാണ്, സ്വതന്ത്രമായ അൺബയസ്ഡായ ഒരു ഒപ്പീനിയൻ നൽകുന്നു എന്ന് പറയാനുള്ള ആ ഒരു തൊലിക്കട്ടി, അത് സാധാരണക്കാർക്കൊന്നും ഉണ്ടാകില്ല. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഷാജൻ സ്കറിയ സാറുടെ ഒരു ട്രേഡ് മാർക്കാണ്. സോ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ പ്രത്യേക രീതിയിലുള്ള ചിന്താഗതിയെയാണ്, പ്രൊപ്പഗൻഡയെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ രീതിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നൊക്കെ വളരെ വളരെ വ്യക്തമാണ്. ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായവുമായി സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാതിരിക്കാം, എതിർക്കാം, എല്ലാം നിങ്ങളുടെ ഒരു ഇതാണ്, സ്വാതന്ത്ര്യമാണ്, ഫ്രീഡം ഓഫ് സ്പീച്ചാണ്, ഫ്രീഡം ഓഫ് ഒപ്പീനിയനാണ്. പക്ഷേ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വ്യക്തമായിട്ട് പറയാനുള്ള ആ ഒരു ചങ്കൂറ്റം അത് വേണം. അതല്ലാതെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു പക്ഷേ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഒരു രീതിയിലുള്ള ഹിപ്പോക്രസിയാണ്. ഓക്കെ, സോ എനിക്ക് ഷാജൻ സ്കറിയ സാറിനെ പേഴ്സണലായി അറിയില്ല.
അദ്ദേഹത്തിൻ്റെ അനാലിസിസ് ബാക്കിയുള്ള വിഷയങ്ങളിൽ ഞാനങ്ങനെ കേട്ടിട്ടുമില്ല. പക്ഷേ അദ്ദേഹത്തിനെതിരെ വന്ന ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, എനിക്ക് മോശം തോന്നിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം പ്രായം ചെന്ന ഒരാളാണ്, അദ്ദേഹത്തെ അങ്ങനെ ട്രീറ്റ് ചെയ്യരുത് എന്ന് വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം ഇത്രയും ഒരു ബയസ്ഡായ ഒരു പ്രത്യേക ആൾക്കാരെ സുഖിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രത്യേക ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഈ ഒരു അനാലിസിസ് ഇദ്ദേഹം ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇത് എത്രത്തോളം നീളും എന്നൊക്കെ അദ്ദേഹം പേടിക്കുന്നുണ്ട്. കാരണം പല കാര്യങ്ങളും അയാൾ വളരെ വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പക്ഷേ ഫലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ പറയുമ്പോൾ ഈസ്റ്റേൺ യൂറോപ്യൻസിനുണ്ടാകുന്ന ആ ഒരു പ്രശ്നം, രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൂടി എങ്ങനെ അവർ നമ്മുടെ ഈ ഇസ്രായേൽ എന്നുള്ള രാജ്യത്തിൽ കൂടി വന്നു, 1917 ബെൽഫോർ ഡിക്ലറേഷൻ, സയോണിസം മൂവ്മെൻറ്റ്, അതിനെക്കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് 1948 മുമ്പുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എബ്രഹാം, അതായത് പിന്നെ നമ്മുടെ പഴയ ബൈബിൾ പ്രകാരമുള്ള അല്ലെങ്കിൽ ഏത് സെമിറ്റിക് മതമെടുത്താലും, അത് ജൂതമതമായാലും ക്രിസ്ത്യൻ മതമായാലും ഇസ്ലാം മതമായാലും എല്ലാം സെമിറ്റിക് മതങ്ങളാണ്. സോ അങ്ങനെയുള്ള പല പ്രോഫറ്റ്സിൻ്റെയും കഥകൾ വരെ പറയേണ്ടി വരും എന്ന് പറഞ്ഞ് അദ്ദേഹം ലേറ്റസ്റ്റായിട്ട് ചരിത്രത്തിലുള്ള സയോണിസം അല്ലെങ്കിൽ സയോണിസ്റ്റ് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ അമേരിക്കൻ പിന്നെ ഭരണഘടനയിൽ എങ്ങനെ ഈ സയോണിസ്റ്റ് മൂവ്മെൻറ്റ് സ്വാധീനം ചെലുത്തുന്നു, UK എന്താണ് നടന്നത്, അതോടൊപ്പം എങ്ങനെയാണ് പിന്നെ നമ്മുടെ ഈ ഇസ്രായേൽ രാജ്യം ഇന്ന് ഇവിടെ വരുന്നത്, അതോടൊപ്പം അനധികൃതമായിട്ടുള്ള കുടിയേറ്റം, അതിനെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ പച്ചക്ക് ഫലസ്തീനികളെ തെറി പറഞ്ഞ് ഇസ്രായേലിനെ വെള്ളപൂശി, എന്നിട്ട് അതൊരു സ്വതന്ത്രമായ അനാലിസിസ് ആണ് എന്ന് പറയാനുള്ള നമ്മുടെ ഷാജൻ സ്കറിയ സാറിൻ്റെ ആ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച്, അത് വല്ലാത്തൊരു ഫ്രീഡം ഓഫ് സ്പീച്ച് തന്നെയാണ്. സോ എനിക്ക് വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, എൻ്റെ ചാനൽ 0 സബ്സ്ക്രൈബേഴ്സാണ് ആസ് ഓഫ് നൗ. പക്ഷേ ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഓക്കെ, സോ ഇദ്ദേഹത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ പഠിക്കണം. അതല്ല, നിങ്ങൾക്ക് ഗാസ ഫലസ്തീൻ ഇഷ്യൂവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെയും നല്ല നല്ല എക്സ്പ്ലെയിനർ വീഡിയോസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അത് നിങ്ങൾ കേൾക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ സ്വതന്ത്രമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. അതല്ലാതെ വർഗീയവാദി ആയിട്ട് വളരെ സ്വതന്ത്രമായി അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്ന രീതി, അത് എനിക്ക് തോന്നുന്നു നല്ല ഒരു കാര്യമല്ല എന്നുള്ളതാണ്. ഏതായിരുന്നാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തതും നമ്മുടെ ഷാജൻ സ്കറിയ സാറിൻ്റെ ശബ്ദരേഖയൊക്കെ കേൾപ്പിച്ചത്. സോ ഡ്രോപ്പ് യുവർ കമൻറ്റ്സ്.